വലിയ പ്രക്ഷോഭമൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്തായി അവിടുത്തെ കാര്യങ്ങൾ? അതായത് ഇറാനിൽ ആ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളതാണ്. ആ തെരുവുകളിൽ മുഴുവൻ മുഴങ്ങിയിരുന്ന മുദ്രാവാക്യങ്ങൾ, റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട്, ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് മുഴങ്ങിയിരുന്ന മുദ്രാവാക്യങ്ങൾ മുഴുവൻ അടിച്ചമർത്തപ്പെട്ടു. അവിടുത്തെ ജനങ്ങളുടെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ദാഹത്തെ ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് അവിടുന്ന് കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. ഈ പറയുന്ന മുല്ല മസ് ഗോ, ജാവീദ് ഷാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യമൊക്കെയാണ് വിളിച്ചത്. അതായത് ഷായുടെ ഭരണം തിരിച്ചു വരണമെന്നും, ഈ പറയുന്ന മുല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഖമനിയാണ്. ഖമനിയുടെ ഭരണം, മതപണ്ഡിതൻ്റെ ഭരണം അവസാനിക്കണമെന്നുമായിരുന്നു ഇറാനിലെ ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്. അത് അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളതാണ്. അതിഭീകരമായ രീതിയിലാണ് അത്. നമ്മുടെ മനുഷ്യ ചരിത്രത്തിലെ വലിയ കൊലപാതകങ്ങൾ, ഏതാണ്ട് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊലപാതകങ്ങൾ നടന്നത് ഇറാനിലാണെന്ന് നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരും. അത്ര ക്രൂരമായിട്ടുള്ള ഉന്മൂലനമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വലിയ രീതിയിൽ ആ വാർത്തകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം ഇതിനെപ്പറ്റി കൃത്യമായി വരുന്നുണ്ട്. അവിടെ ആകെ ബ്ലാക്ക് ഔട്ടായിരുന്നു. എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖമനിയുടെ പട്ടാളം ചെയ്തത് അവിടുത്തെ ഇൻ്റർനെറ്റ് മുഴുവൻ വിച്ഛേദിച്ചു. ആദ്യമേ സമരം ഉണ്ടാകുന്ന അവിടുത്തെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയും വിലക്കയറ്റവും തുടങ്ങിയ പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ അവർ പിന്നീട് ഈ പറയുന്ന റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടസ്റ്റാണ് നടന്നത്. ഈ പ്രൊട്ടസ്റ്റിനെ അതിക്രൂരമായ രീതിയിൽ അടിച്ചമർത്തി എന്നുള്ളതാണ്. അവിടെ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ, UK ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ജയിലുകളിൽ കൊടിയ പീഡനം നടന്നു എന്നാണ്. കൊടിയ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാരെ മുഴുവൻ അതികഠിനമായ തണുപ്പത്ത് നഗ്നരാക്കി ഈ ജയിലുകളിൽ കൊണ്ടിടുകയാണ്. ഈ ജയിലിലിട്ടിട്ട് നഗ്നരാക്കി ഇട്ടിട്ട് ഇവർ ദേഹത്തേക്ക് വലിയ ഓസ് വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യുകയാണ്. അപ്പോൾ മരവിക്കും ഇവർ. അപ്പോൾ ഫ്രീസായി പോകുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെത്തും. അങ്ങനെ കൊടിയ പീഡനം നടത്തിയെന്നും അറിയപ്പെടാത്ത, എന്താണെന്ന് അറിയാത്ത, തിരിച്ചറിയാനാവാത്ത മരുന്നുകൾ ഇവരുടെ ദേഹത്ത് കുത്തിവെച്ചു എന്നുമാണ് പറയുന്നത്. അത് എന്ത് മരുന്നാണ് കുത്തിവെക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. പ്രിസണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ദേഹത്ത് മരുന്നുകൾ കുത്തിവെക്കുകയാണ്. കൊടിയ പീഡനമാണ് നടക്കുന്നത്. ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നേരെ അങ്ങോട്ട് കയറി മർദ്ദനത്തിന് ഒരു മറയുമില്ലാതെ, ഒരു ദയവുമില്ലാത്ത രീതിയിൽ മർദ്ദിക്കുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബാറ്റൺ അറിയാമല്ലോ, ലാത്തി പോലത്തെ സാധനങ്ങൾ, ഇതൊക്കെ ഇവരുടെ ഗുഹ്യഭാഗങ്ങളിലേക്കൊക്കെ ഇടിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. അതായത് മലദ്വാരത്തിലേക്ക് ഈ പറയുന്ന ലാത്തികൾ കുത്തിക്കയറ്റുകയും ഒക്കെ ചെയ്യുന്നുള്ള വലിയ പീഡനമാണ് അവിടുത്തെ ഈ സമരക്കാരെ നേരിട്ടതെന്നുള്ളത്. സമരക്കാരെ മൊഹാറബ്സ് എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. മൊഹാറബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെതിരായി യുദ്ധം ചെയ്യുന്നവരെന്നുള്ളതാണ്. ആ രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. അവിടുത്തെ ഈ പറയുന്ന സ്റ്റാർലിങ്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, അതായത് ഈ പറയുന്ന ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ വീടുകളിൽ കയറി പിടിച്ചെടുക്കുകയാണ്. അവിടുത്തെ ലോക്കൽസ് പറയുന്നത്, നാട്ടുകാരോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വീട്ടിലും ഒരാളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ്. എല്ലാ വീട്ടിലും ഒരാളെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണസംഖ്യ വലുതാണ്. അപ്പോൾ ഈ പറയുന്ന ഡെയിലി എക്സ്പ്രസ് പോലുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്ട് 5000 പേര് മരിച്ചു എന്നുള്ള ഒരു ഔദ്യോഗിക വിവരം ഇറാൻ പറയുന്നുണ്ട്. 5000 പേർ കൊല്ലപ്പെട്ടതായിട്ടും 500 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായിട്ടും ഇവർ പറയുന്നു. പോലീസുകാരെ വലിയ രീതിയിൽ കൊന്നു, പട്ടാളക്കാരെ കൊന്നു എന്നാണ് അവിടുത്തെ സർക്കാർ പറയുന്നത്. പക്ഷേ അത് അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള വിവരമാണ്, ഡാറ്റയാണ്. പക്ഷേ അതല്ല, 20,000-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഒരു കണക്കുമുണ്ട്. അതായത് അവിടുത്തെ സമരത്തിനിറങ്ങിയ മുഴുവൻ ആൾക്കാരെ അടിച്ചമർത്തി എന്നുള്ളതാണ്. 5000 മിലിറ്റൻസിനെ, അതായത് തീവ്രവാദ ഗ്രൂപ്പിനെ ഇറാഖിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച്, സൈനിക കേന്ദ്രങ്ങളിൽ താമസിപ്പിച്ച് അവരെ കൊണ്ട് സമരക്കാരെ അടിച്ചമർത്തി അതിക്രൂരമായി കൊല ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്ന കാര്യം. അതായത് അവിടെ ഭീകരവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മതമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മതം ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത് അതിഭീകരമായ ആക്രമണം, കൊലപാതകങ്ങളൊക്കെയാണ് ജനങ്ങൾക്ക് നേരെ നടന്നതെന്നാണ്. എല്ലാ വീടുകളിൽ നിന്നും ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് അവിടുത്തെ ലോക്കൽസ് പറയുന്ന കാര്യമാണ്. ലീക്ക് ചെയ്യുന്ന വീഡിയോകളാണ് പലതും. പല വീഡിയോയിൽ നിന്ന് കാണാം. നമ്മൾ കണ്ടതാണ് ഇറാനിലെ വീഡിയോകൾ. ഈ പറയുന്ന മൃതദേഹങ്ങൾ ഇങ്ങനെ കവറുകളിൽ കെട്ടി വലിയ ഈ മൃതദേഹം മൂടുന്ന പാക്കുകളുണ്ടല്ലോ, ആ പാക്കുകൾക്കകത്ത് ഇങ്ങനെ കെട്ടി ഇട്ടിരിക്കുന്നതും ആൾക്കാർ നിലവിളിക്കുന്നതുമല്ല. അപ്പോൾ ഇറാനിലെ ജനങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാർത്ത. അത് നിരന്തരമായി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഓരോരുത്തരെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് സർക്കാർ. ഈ കൊല്ലപ്പെട്ട 5000 പേര് ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അതല്ലാതെ ജനങ്ങളെ ആരൊക്കെ സമരത്തിന് ഇറങ്ങി എന്നുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ രഹസ്യമായി പോയി ഈ പോലീസ് പിടിച്ചുകൊണ്ട് വരികയാണ്. അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന് പറയുന്ന IRGC പിടിച്ചുകൊണ്ട് വന്നിട്ട് കൊലപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാക്കുകയാണെന്നുള്ളത്. 20,000 പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ മിനിമം 50,000 പേരെങ്കിലും ഇവർ കസ്റ്റഡിയിൽ എടുത്ത് പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അത്രയേറെ കഠിനമായിട്ടുള്ള ഭീകര
പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ കാറ്റിൽ വരുന്ന ഗന്ധം രൂക്ഷമായ രക്തത്തിൻ്റെ ഗന്ധമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ അതിഭീകരമായ രീതിയിൽ ഇപ്പോഴും മർദ്ദനങ്ങൾ തുടരുന്നു, നിലവിളികൾ കേൾക്കാനാകുന്നു. ഇറാനിൽ ഭീകരത നിറഞ്ഞാടുകയാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. ഇതില് സ്ത്രീകളെ കുറിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ടുകളിൽ പറയുന്നില്ല. ആ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഒരു 16-കാരി ബലാത്സംഗം ചെയ്യപ്പെട്ടതായിട്ട് സെക്യൂരിറ്റി ഫോഴ്സ് ബലാത്സംഗം ചെയ്തതായിട്ടുള്ള വാർത്തകളുണ്ട്. അപ്പോൾ ഈ വാർത്തകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2ഉം വാർത്തകളൊക്കെയാണ് ഈ ബലാത്സംഗത്തിൻ്റെ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അല്ലാത്ത ആയിരക്കണക്കിന് വാർത്തകളുണ്ട്. ഉറപ്പല്ലേ ഇവർ ഈ പറയുന്ന 20,000 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയോളം ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോവുകയും അതിൻ്റെ ഇരട്ടിയോളം ആൾക്കാരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന ഇറാഖിൽ നിന്ന് വന്ന മിലിറ്റൻ്റ് ഗ്രൂപ്പുകൾ, അതായത് ഒരു സൈന്യം പോലെ തന്നെയാണ്. ഇവരെന്താ ചെയ്യുക? ഇവർ കൊടിയ പീഡനം നടത്തും. ഇവരുടെ കയ്യിലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ബലാത്സംഗം ചെയ്യും, അതിൽ സംശയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് അവിടുത്തെ സമരം അടിച്ചമർത്തപ്പെട്ടത്. തെരുവുകളിലൊന്നും ആൾക്കാർ ഇറങ്ങുന്നില്ല. പൂർണ്ണമായിട്ട് ഇൻ്റർനെറ്റ് നിരോധിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യം പിച്ചച്ചീന്തപ്പെട്ടിരിക്കുന്നു. ആ ജനാധിപത്യത്തിൻ്റെ ഒരു കണിക പോലും കടന്നു കയറാൻ കഴിയാത്ത രീതിയിൽ അവിടുത്തെ ജനങ്ങളെ ഉന്മൂലനം ചെയ്തിരിക്കുന്നു ഖമൈനിയുടെ മത സർക്കാർ എന്നുള്ളതാണ്. അതിഭീകരമായ അവസ്ഥയാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്നാണ്. അതായത് ബ്രിട്ടീഷിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടാബ്ലോയിഡ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ മുഴുവൻ ഇങ്ങനെ നഗ്നരാക്കിയിട്ട് അതിഭീകരമായ രീതിയിൽ മർദ്ദിക്കുകയും തണുപ്പത്ത് കിടത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. ഡിസംബറിൻ്റെ അവസാനമാണ് ഈ പറയുന്ന അവിടെ സമരം അല്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഈ പ്രക്ഷോഭം ആരംഭിക്കുന്ന സമയത്ത് കൊടും തണുപ്പാണ്. കൊടും തണുപ്പുള്ള രാത്രികളിലാണ് ഈ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി നഗ്നരാക്കി ജയിലുകളുടെ മധ്യഭാഗത്ത്, അതായത് ഈ തുറന്നു കിടക്കുന്ന പ്രദേശത്ത് നഗ്നരാക്കി അവിടെ ഇടുകയും ദേഹത്തേക്ക് വെള്ളം ചീറ്റിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവരവിടെ വളരെ അവശരാകും, തണുത്ത് വിറയ്ക്കുകയാണ്. ഒന്ന് ക്രൂരമായ മർദ്ദനത്തിന് ശേഷമാണ് ഈ പറയുന്ന തണുപ്പത്ത്, അതികഠിനമായ തണുപ്പത്ത് ഇവരെ ഇടുന്നത് എന്നുള്ളതാണ്. എങ്ങനെ ഈ പ്രൊട്ടസ്റ്റ് അവസാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം. അതായത് ആൾക്കാരെ കൊന്നു, ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു ഒക്കെ ഈ പറയുന്ന പ്രക്ഷോഭത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ഖമനി സർക്കാർ ചെയ്തത് എന്നുള്ളതാണ്. അതായത് ഓരോരുത്തരും പറയുന്നു, അതായത് ഇറാനിലുള്ള ജനങ്ങൾ ഓരോരുത്തരും പറയുന്നു എൻ്റെ കുടുംബത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന്. അപ്പോൾ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ഇതിൻ്റെ ഒന്നും കണക്കുകൾ പുറത്തേക്ക്, ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പറയുന്നത് പൊട്ടത്തെറ്റാണെന്ന് നമുക്കറിയാം. ശരിയായിട്ടുള്ള കണക്ക് ഒരിക്കലും വെളിയിൽ വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ജനങ്ങളെ പൂർണ്ണമായിട്ട് അടിച്ചമർത്തുകയായിരുന്നു. തോക്കുകളാണ് അവിടെ സംസാരിച്ചത്. തോക്കുകൾ കൊണ്ട് വെടിവെച്ച് കൊല്ലപ്പെടുകയായിരുന്നു എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ എത്ര ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചു? ഇറാനിൽ അതിക്രൂരമായ മനുഷ്യഹത്യ. അവിടെ മുസ്ലിങ്ങളല്ലേ കൊല്ലപ്പെടുന്നത്? അവിടെയും കുട്ടികൾ കൊല്ലപ്പെട്ടില്ലേ? ഈ ഗാസയ്ക്ക് വേണ്ടി വിതുമ്പിയവരെവിടെ പോയി? അത് കൊന്നതും കൊല്ലപ്പെട്ടതും മുസ്ലിങ്ങളായതുകൊണ്ട് അവർക്കത് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ്. അവിടെ പലസ്തീനിലായിരുന്നുവെങ്കിൽ ഇത്രയും കൊലപാതകങ്ങൾ നടന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും പ്രക്ഷോഭം ഇവിടെ നടക്കുക? ഇവിടെ കത്തിക്കാൻ ഇറങ്ങും അപ്പോഴേ തന്നെ. ഇവിടെ ഏതെങ്കിലും ഒരു ജൂതനെ കണ്ടു കഴിഞ്ഞാൽ അടിച്ച് കൊല്ലാൻ നടക്കും അപ്പോഴേ. അതായത് അതിഭീകരമായിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു, അതിഭീകരമായ വേട്ട നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. കടത്തിക്കൊണ്ടുവന്ന വീഡിയോകളൊക്കെയാണ് പലതും ഇപ്പോൾ പുറത്തേക്ക് വന്നത്. അതുവരെ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു. അവിടുത്തെ ജനങ്ങളെ ഒന്നടങ്കം അടിച്ചമർത്തി മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഖമനി എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. അങ്ങും ഇങ്ങൊന്നും കിട്ടുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അല്ലാതെ ശരിയായിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ആഴത്തിൽ പുറത്തേക്ക് വന്നാൽ ഒരുപക്ഷെ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലാവും ആ വിവരങ്ങൾ എന്നുള്ളതാണ്. അത്രയേറെ മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യത്വം തന്നെ കശാപ്പ് ചെയ്യപ്പെട്ട അവസ്ഥയാണ് ഇറാനിലുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ആയിട്ടാണ് ലഭിക്കേണ്ടത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചാനലിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങളിലേക്ക് എത്തും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.